വിശ്വമിശേഖ് സ്വീകരിക്കട്ടെ. എന്റെ പേര് പോളി ജോസഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാം. അതിനു മുമ്പായി ഒരു ചെറിയ കഥ. ആർട്ടിക് റീജിയൻ, അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, നോർവേ, റഷ്യ എന്നിവിടങ്ങളിൽ കാണുന്ന പോളാർ ബിയറിനെ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ത്വക്കിനും ഇറച്ചിക്കും വേണ്ടി കൃത്യമായ അകലത്തിൽ അവർ കത്തികൾ ഐസിൽ നാട്ടി നിർത്തുന്നു. അതിന് മുകളിൽ ഇറച്ചി വെക്കുന്നു. പോളാർ ബിയർ ഇതിന്റെ അടുത്ത് ചെന്ന് അത് നക്കി എടുക്കുന്നു. അതിന്റെ നാവ് മുറിയുന്നു, ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. വീണ്ടും മുമ്പോട്ട് പോകുന്നു, അടുത്തത് നക്കി തിന്നുന്നു, നാവ് മുറിയുന്നു, ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. അങ്ങനെ അത് വീഴുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് വീഴാതിരിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ലൂക്ക 21:34. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ ആകുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. യോഹന്നാൻ 8:36. പിശാച് നുണയനും നുണയന്റെ പിതാവുമാണ്. യോഹന്നാൻ 10:10 പറയുന്നു. അവൻ എപ്പോഴും നുണ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്നത്. യോഹന്നാൻ 8:44 പറയുന്നു, ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എന്റെ മേൽ അധികാരമില്ല, കാരണം അവന്റെ വക ഒന്നും എന്റെ കയ്യിലില്ല. പ്രിയപ്പെട്ടവരെ, നാം സാത്താന്റെ വക സാധനങ്ങൾ, അവന്റെ ആറ്റിറ്റ്യൂഡുകൾ വെച്ചിരിക്കുകയാണോ എങ്കിൽ നമുക്ക് രക്ഷയില്ല. ഹെബ്രായർ 12:15 പറയുന്നു, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് നാശം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. മീൻ വെള്ളത്തിൽ എന്നതുപോലെ സാത്താൻ വിദ്വേഷത്തിൽ ജീവിക്കുന്നു. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം കണ്ടെത്താൻ കഴിയും? യോഹന്നാൻ 8:40 പറയുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യമേ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക എന്നതാണ്. പിശാച് നമ്മുടെ മേൽ ആധിപത്യം ചെയ്യാതിരിക്കുവാനായി അടുപ്പിച്ചുള്ള കുമ്പസാരം, ദൈവവചനത്തിൽ നാം ഇടയ്ക്കിടയ്ക്ക് വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക, പ്രാർത്ഥന കൂട്ടായ്മ, യേശുവിന്റെ ശരീരവും രക്തവും കൃത്യമായി കുർബാനയിലൂടെ കഴിക്കുക, കുമ്പസാരിക്കുക മുതലായവയിലൂടെ, കമ്മ്യൂണിയൻ ലൈഫിലൂടെ സാത്താനെ നമുക്ക് തോൽപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, സാത്താനെ തോൽപ്പിച്ച് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാം. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നു ചേരും. മത്തായി 24:28. ശവമുള്ളിടത്ത് നിന്ന് അകന്നു നിൽക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.